ശ്രദ്ധേയനായ ഒരു വ്യക്തിയുടെ, ഒരു ഡോക്ടറുടെ ഭാര്യ കുറച്ചു മുമ്പ് ഒരു ദിവസം അവർ വിളിച്ചു. നമ്മുടെ രാജ്യം ജീവിക്കാൻ യോഗ്യമല്ലെന്നും വരും ഭാവിയിൽ ഇവിടെ വിശ്വാസികൾക്ക് വിശ്വാസപൂർവ്വം ജീവിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ലെന്നും, അതുകൊണ്ട് ഇവിടം വിട്ട് മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാൻ ഡോക്ടർ തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങളെ അതിനുവേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്യുകയാണ്. മതപരമായി ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, എന്താണ് അതിന്റെ ഒരു ശരി എന്നൊക്കെ ചോദിച്ചാണ് അവർ വിളിച്ചത്. രാജ്യം ഒരു സ്വാതന്ത്ര്യം ഓർക്കുന്ന, പോരാട്ടങ്ങളുടെ സ്മരണ അയവിറക്കണം എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ചില വിഷയങ്ങൾ മിമ്പറിന്റെയും വിഷയമാകണം എന്ന് തോന്നുന്നത് ഇതുപോലെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഫാഷിസം ഡിറ്റൻഷൻ സെന്ററുകൾ ഒരുക്കുന്നു, എന്ന് വേണമെങ്കിലും അതിൽ അകപ്പെടാം എന്ന് കുറച്ചധികം ആളുകൾ ചിന്തിച്ച ദിവസങ്ങളായിരുന്നു NRCCA സമര കാലഘട്ടം. അന്ന് ഒരുപക്ഷെ ഈ മെമ്പറിൽ തന്നെയും ഞാൻ അനുസ്മരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കുടുംബമുണ്ട്. വാർത്തകൾ കേട്ടും സോഷ്യൽ മീഡിയ വാച്ച് ചെയ്തു ആ പെൺകുട്ടി മാനസികമായി ഏറെ തളർന്ന് അവര് 3 ബാഗിൽ, ആകളുടെ മോനും ഭർത്താവിനും അവർക്ക് 3 ബാഗിൽ സാധനങ്ങളൊക്കെ റെഡിയാക്കി അവരെപ്പോ വേണമെങ്കിലും പിടിച്ചു കൊണ്ടുപോകും, അപ്പതേക്ക് ഒരുക്കി തരാൻ ഞാനുണ്ടാവുകയില്ല എന്ന മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന സ്വന്തം സഹോദരിയെ കുറിച്ച് ഒരു സുഹൃത്ത് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസികളുടെ ഒരു വിഷയമാണ്. വിഷയം നമ്മൾ വളരെ കൃത്യമായി മതപരമായി തന്നെ സമീപിക്കേണ്ടതാണ് എന്ന ബോധ്യമാണ് ഇതുപോലത്തെ ഒരു വിഷയം സംസാരിക്കാൻ പ്രചോദനമാകുന്നത്. നാം ജീവിക്കുന്ന നാട് നമ്മുടേതാണെന്നും നമ്മളിവിടെ വലിഞ്ഞു കയറി വന്നതല്ലെന്നും, ഈ രാജ്യത്തെ നിർമ്മിക്കുന്നതിനും ഈ രാജ്യത്തെ നേടുന്നതിനും മരിച്ചു വീണ 10,000-ങ്ങളിൽ പേര് പോലും രേഖപ്പെടുത്താത്ത വിശ്വാസികളുടെ സാന്നിധ്യമുണ്ടായിരുന്നെന്നും അവരെ നയിച്ച ധീരന്മാരായ ഭരണാധികാരികളും നേതൃത്വങ്ങളും ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട് എന്നുമുള്ള ബോധ്യവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങളെ സമീപിക്കാൻ. നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരത്തിന്റെ 10,000 ഇരട്ടി വികാരത്തോടെയാണ് ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ എങ്ങനെ കാണണം? ഞാനൊരു 7 പോയിന്റുകളിലൂടെ വിഷയം പറയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, നമ്മളെപ്പോഴും കാര്യങ്ങളെ കാണേണ്ടത് നമുക്ക് ദോഷകരമാണ് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അതിനെ ശരിയായ ദിശയിലെടുത്ത് മുന്നോട്ട് പോയാൽ അത് നമുക്ക് ഗുണപരമായി സംഭവിക്കുമെന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനം. ഞാനിവിടെ ഓതി വെച്ച സൂറത്ത് ബഖറയിലെ 216-ാമത്തെ വചനത്തിന്റെ ആശയ ചുരുക്കം അതാണ്. നിങ്ങൾക്ക് മോശമാണ്, നിങ്ങൾക്ക് ദോഷമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഖൈറുലക്കും, അത് നിങ്ങൾക്ക് നന്മയായി ഭവിച്ചേക്കാം. ഒരുപക്ഷെ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും, ചിലപ്പോൾ അത് പരലോകം എത്തേണ്ടി വരും. നിങ്ങൾക്ക് ഗുണകരമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഷർറുലക്കും, അത് നിങ്ങൾക്ക് ദോഷമായി ഭവിച്ചേക്കാം. അല്ലാഹു അഅലമു, പടച്ചോനാണ് അറിയാം. അൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് യാതൊരു ധാരണയും ഇല്ല എന്നാണ്. നിങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് മനുഷ്യരെ വംശഹത്യ നടത്തുന്ന പ്രക്രിയ നടത്തുന്നു. അതിനിടയിൽ നിന്നും ആരൊക്കെയോ പകർത്തുന്ന കുഞ്ഞു കുഞ്ഞു ഷോർട്സുകളിൽ, റീലുകളിൽ അവര് കുട്ടികളോട് ഇങ്ങനെ സംഭാഷണം നടത്തുന്ന റീലുകളിൽ കാണാണ് എന്താ കുഞ്ഞുങ്ങൾ പറയുന്നത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. സ്വന്തം മാതാപിതാക്കളെയും ബന്ധങ്ങളെയും ഒക്കെ നഷ്ടപ്പെട്ടവരും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങളുടെ റബ്ബ് മതി, ഞങ്ങൾ ഈ നാടിന് തിരിച്ചു പിടിക്കുന്നൊക്കെയുള്ള വളരെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഈ പ്രസ്താവനകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അങ്ങനെ പ്രചരിച്ചപ്പോ ഇവരെ ഒരു ഭാഗത്ത് ഇവരെ ഇല്ലാതാക്കുമ്പോൾ അന്ന് യൂറോപ്പിൽ 100 കണക്കിന് മനുഷ്യർ, സെലിബ്രിറ്റികൾ, വലിയ വലിയ വ്യക്തിത്വങ്ങൾ അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും അവർ ഇസ്ലാം ആചരിക്കുന്നതിന്റെ ഇത് കാരണം ഇസ്ലാമിനെ പഠിക്കുന്നതിന്റെ ഭാഗങ്ങളൊക്കെ നമ്മളെ യഥാർത്ഥത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്താണെങ്കിലും, രോഗമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും ഭരണകൂട ഭീകരതയാണെങ്കിലും എന്താണെങ്കിലും അതിനോടൊക്കെ നമുക്കുണ്ടാകേണ്ട ഒരു പൊതുവായ സ്റ്റാൻഡാണ് ഏത്? എനിക്കിത് പ്രത്യക്ഷത്തിൽ ദോഷകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പരലോകത്ത് വെച്ചെങ്കിലും എനിക്കിത് ഗുണപരമായി സംഭവിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഞാൻ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ കാര്യങ്ങളെ സമീപിക്കുകയാണ് വേണ്ടത് എന്ന
ഒരു മനോനിലയിലേക്ക് എത്തുമ്പോ ഒരു വിശ്വാസിയെയും ഒരാൾക്ക് പേടിപ്പിക്കാൻ പറ്റൂല. നമ്മൾ ഭയക്കുകയും നിരാശപ്പെടുകയും പിന്മാറുകയും കുമ്പിടുകയും കുനിയുകയും ചെയ്യുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഫാഷിസം ഉദ്ദേശിക്കുന്നതും അതാണ് ഇസ്ലാമിന്റെ ശത്രു ലക്ഷ്യം വെക്കുന്നതും. മറിച്ച് നിരന്തരം ഐഡന്റിറ്റിയുടെ പേരിൽ ഇസ്ലാമിക വ്യക്തിത്വവും ഇസ്ലാമിക പ്രതീകങ്ങളും ഇസ്ലാമിക ചിഹ്നങ്ങളും വേട്ടയാടുകൾ ഇതയും ഇസ്ലാമോഫോബിയ അതിശക്തമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കിടയിൽ നിലപാടോടുകൂടെ എനിക്ക് എയർപോർട്ട് കടന്നു പോകാനുള്ളതാണ്, അതുകൊണ്ട് ചില താഴെയിട്ടൊന്ന് കൈകാര്യം ചെയ്തതാണെന്നൊക്കെ ഉപദേശിക്കും. ചിലപ്പോ ഇസ്ലാമോഫോബിയയുടെ കാലത്ത് ഇസ്ലാമിക ചിഹ്നങ്ങളെ വലിച്ചെറിഞ്ഞിട്ടല്ല അതിനെ പ്രതിരോധിക്കേണ്ടത്. അതിനെ ഏറ്റവും മാന്യമായി ഏറ്റവും ഭംഗിയോടെ ഏറ്റവും ബുദ്ധിപരമായി സമീപിക്കാനുള്ള ഒരു കോമൺ സെൻസ് എന്ന് നമുക്ക് പറയാവുന്ന കാര്യം കിട്ടുക ഉള്ളിന് ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ്. ഇതൊക്കെ എന്തൊക്കെ പോയാലും ഇതിനൊക്കെ ഒരു ഹൈർ ഉണ്ടാകും, അത് ആ ഹൈറിലേക്ക് എത്തും. അതിനെ ആ മനോനിലയിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് അത് ആ രീതിയിൽ തന്നെ ആവുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യവും പടച്ചറപ്പെ രേഖപ്പെടുത്തി വെച്ച കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ, വേറൊന്നും ഇവിടെ നടക്കണില്ല. ഭൂമിയിലാകട്ടെ നിങ്ങളിലാകട്ടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ അരികത്തുള്ള ഒരു രേഖയിൽ ക്ലിപ്തപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാലിൽ തറക്കുന്ന മുള്ളു മുതൽ മാർച്ച് മാസത്തിലെ ക്ലോസിംഗ് ബാലൻസ് വരെ നിങ്ങളുടെ ടേൺ ഓവർ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും റബ്ബ് രേഖപ്പെടുത്തി വെച്ചതാണ്. എല്ലാം രേഖപ്പെടുത്തി വെച്ച് അതിലേക്ക് അടിമയെ തള്ളിവിടുക എന്നുള്ളതല്ല. മനുഷ്യന്റെ എല്ലാം അറിയുന്ന റബ്ബ്, കാലത്തിന്റെ പരിമിതിയില്ലാത്ത റബ്ബിന് ഇവരെങ്ങോട്ട് യാത്ര ചെയ്ത് സഞ്ചരിച്ചെത്തും അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, സഞ്ചാര വഴികൾ കൊടുത്തിട്ടുണ്ട്, സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ അവൻ എങ്ങോട്ട് യാത്ര ചെയ്തെത്തും എന്നറിയുന്ന റബ്ബ് അത് നേരത്തെ രേഖപ്പെടുത്തി വെച്ചു എന്ന് മാത്രം. എന്തിനാണ് അങ്ങനത്തെ ആ ഒരു നിലപാട് ഒരു വ്യക്തിക്ക് ഉണ്ടാവും? ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യങ്ങളാണ്. എനിക്കുണ്ടായ കുഞ്ഞ് ഇങ്ങനെയായി, എനിക്കുണ്ടായ കുഞ്ഞ് ഇത്തിരി വൈകല്യങ്ങളോട് ജനിച്ചു, നിത്യരോഗിയായി ജനിച്ചു, എന്റെ ഭാര്യ ഞാനും തമ്മിൽ അത്ര തന്നെ ഇണക്കത്തിലല്ല, മറ്റുള്ളവരുടെ ദാമ്പത്യം പോലെ മനോഹരമല്ല. ഇങ്ങനെ 100 കാര്യങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെ ഈ ആയത്തിനുള്ളിലേക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ രേഖയാക്കി വെച്ചതാണ്. ഞാനായി നിർവഹിക്കേണ്ട കാര്യം ഞാൻ നിർവഹിക്കുക, പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അതിലേക്ക് എനിക്ക് കാണിക്കുന്ന വഴി അതിലേക്ക് ഞാൻ എത്തും എന്ന ചിന്ത എന്തിനാണ്? ലിഖൈല തഖസു വലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. വലാ തഫറഹു ബിമാ ആതാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹുവിന് അഹങ്കാരികളെയും മഹാഭാവികളെയും ഇഷ്ടമല്ല. ഞാനെന്ന ഭാവത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്ന, ആര് പറഞ്ഞാലും ഒന്നും തലയിലേക്ക് എടുക്കാത്ത, ആരുടെയും നിർദ്ദേശങ്ങളെയും ഉപദേശങ്ങളെയും മാനിക്കാത്ത, താനായി ഉണ്ടാക്കി വെച്ച ഒരു സങ്കല്പത്തിന്റെ ഒരു നിലപാടെന്ന് പേരിട്ട് വ്യാജമായ അയാൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളുടെ പേരിൽ പുനഃപരിശോധനകളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ധിക്കാരിയെയും ഒരു അഹംഭാവിയെയും അല്ലാഹുവിന് ഇഷ്ടമല്ല എന്നുള്ള ഖുർആൻ പറയാണ്. ഇനി അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷയോടെ പോവാന്നുള്ളതാണ് എപ്പോഴും നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നതാണ്. ചരിത്രത്തിൽ നിന്ന് ശരിയായ പാഠം ഉൾക്കൊള്ളണം. വിശ്വാസവും വിശ്വാസികളും പരീക്ഷണം അനുഭവിക്കുന്നതും വിശ്വാസത്തിന്റെ പേരിൽ അരുംകൊല ചെയ്യപ്പെടുന്നതും അതിന്റെ പേരിൽ കൽത്തുറങ്കുകളിൽ അടക്കപ്പെടുന്നതും വീടും കൂടും മുഴുവൻ ഉപേക്ഷിച്ച് ഏതെങ്കിലും അഴുക്കുചാലുകളിലോ പാലത്തിന്റെ ചോട്ടിലോ കഴിയേണ്ടി വരുന്നതും പലായനത്തിന്റെ ഹിജറയുടെ മൈഗ്രേഷന്റെ വഴി തേടേണ്ടി വരുന്നതും ചരിത്രത്തിൽ നാം ജീവിക്കുന്ന കാലത്ത് മാത്രമൊന്നുമല്ല. ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച കാലം മുതൽക്ക് ഇസ്ലാമിക തത്വസംഹിത സ്വീകരിക്കുന്നവർ ഇത്തരം സംഘർഷങ്ങളെ ശക്തമായി നേരിടേണ്ടി വന്നിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം മുതൽക്കുള്ള പ്രവാചക ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഒരു നബിയും ഹിജറ പോകാത്തതില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു നബിയും പലായനം ചെയ്താത്തതില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആശയം എത്തിയ നാട്, ആശയം പ്രചരിപ്പിക്കാൻ ആദ്യം ബാധ്യതപ്പെട്ട നാട്, അവിടെ അതുമായി മുന്നോട്ട് പോയപ്പോൾ ഭരണകൂടമോ അല്ലെങ്കിൽ അവിവേകികളായ മനുഷ്യരോ അവിടുത്തെ ഗോത്രവർഗ നേതാക്കളോ ഒക്കെ അവിടുത്തെ പൊതുജനം സൃഷ്ടിച്ച പ്രതിരോധത്തിന്റെ മുന്നിൽ ജീവഭയം കൊണ്ട് ആശയ പ്രചാരണത്തിന്റെ സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവിടുന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ ശരിക്കും ഏറ്റവും സ്വസ്ഥതയിലാണ് ജീവിക്കുന്നത്. അള്ളാഹു നൽകിയ നെറ്റിത്തരം കൊണ്ട് അവൻ സൃഷ്ടിച്ച ഭൂമിയിലെ സുജൂദിന്റെ അവകാശം ലഭിക്കുന്നുവെന്നത്, ബാങ്കലുകൾ മുഴക്കുന്ന മിനാരങ്ങൾ ഉണ്ട് എന്നത്, വിശ്വാസങ്ങൾ അനുഷ്ഠിക്കാനും ആചരിക്കാനും സൗകര്യമുണ്ട് എന്നത് നമ്മൾ റബ്ബിന്റെ മുന്നിൽ ഏറ്റവും വലിയ ഉത്തരം പറയേണ്ട കാര്യങ്ങളായിരിക്കും. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളായിരിക്കും. അള്ളാഹു തന്ന പല അനുഗ്രഹങ്ങളെയും ഒരു വട്ടം പോലും മനസ്സിലാക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല, അല്ലെ? പടച്ചോന്റെ ചില അനുഗ്രഹങ്ങളെ ഒരു വട്ടം പോലും മനസ്സിലാക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. 100 ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഈ കഴിഞ്ഞൊരു 1.5 ആഴ്ചക്കുള്ളില് ചെറിയൊരു ആക്സിഡന്റ് വന്നപ്പോ ഞാൻ യാത്ര ചെയ്യുന്ന യാത്രാവാഹനത്തിന്റെ സീറ്റ് ബെൽറ്റ് ഇവിടെ ഒന്ന് മുറുകിയപ്പോ തൊണ്ട ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു.
അപ്പൊ ശരിക്കും ഇങ്ങനെ നമ്മൾ കുടിനീരിറക്കാന്ന് പറയില്ല, ഉമനീരിറക്കാന്ന് പറയില്ലേ. ഉമനീരിറക്കുക എന്ന് പറയുന്നത് പഠിച്ചൊന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയ ഒരു 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു. ദുആഉൽ മുഅ്മിനീൻ, നല്ല മനുഷ്യന്മാരുടെ പ്രാർത്ഥന ഉണ്ട്. ഞാൻ പെട്ടെന്ന് റിലീസായതാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും എങ്ങനെ ഉണ്ട്. അവസാനം കുടിനീര് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ തുപ്പയായിരുന്നു ഞാൻ പറഞ്ഞ മണിക്കൂർ, മനസ്സിലായി. അപ്പൊ ഒരു ഉമനീരിറക്കണോടത്ത് പോലും അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ആ പെയിന് സഹിക്കാനിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹങ്ങളിലൂടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ഓരോന്ന് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ജീവിക്കുന്ന നാട്, ഇവിടെയായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യം, ഇവിടെയുള്ള വിശ്വാസ സ്വാതന്ത്ര്യം, അതൊക്കെ ആരോ കവർന്നെടുക്കുന്നു. ഒക്കെ പോവാണെന്ന് ഇങ്ങനെ കടത്തിനയിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ്, അല്ലെങ്കിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ അതിങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്ത് പോകാന്നുള്ളതിന്റെ അപ്പുറത്ത് അല്ലാഹുവേ വിശ്വാസം പരിരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള അവസ്ഥയും സാഹചര്യവും നിലനിർത്തി തരണേ റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് കണ്ണു നിറച്ച് എപ്പോഴെങ്കിലും, അല്ലേ, ഉയ്ഗൂർ മുസ്ലിങ്ങൾ മുതൽ ഫലസ്തീനിലെ മനുഷ്യർ വരെയുള്ളവരുടെ നമ്പരങ്ങളും വേദനകളും കാണുമ്പോ എപ്പോഴെങ്കിലും ഒന്ന്, അല്ലെ, ഏതോ സ്റ്റാറ്റസും റീൽസും പണ്ട് സിനിമ കണ്ട കാലത്ത് ഏതോ സിനിമയിലെ ഡയലോഗുകളും BGM-കൾ പിന്നിൽ നിന്ന് മുഴങ്ങുമ്പോ ആരോ നന്നായി ഷൂട്ട് ചെയ്ത വീഡിയോയിൽ ആ വ്യക്തി പറയുന്ന വാക്കുകൾക്കൊപ്പിച്ച കരച്ചിലും ഒക്കെ വരുമെങ്കിലും തന്നെ പോലത്തെ വിശ്വാസി സമൂഹങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ട് വിഭാര്യന്മാരായി ജീവിക്കുന്നവർക്ക് വേണ്ടി, അതേപോലെ കുഞ്ഞുങ്ങളെ വളരെ മനോഹരമായ വെളുത്തു നിൽക്കുന്ന കുഞ്ഞിന്റെ ഫോട്ടോ ഇപ്പുറത്ത്, കൈത്തണ്ടയിൽ ഇങ്ങനെ എല്ലും കോരുമായ മക്കളുടെ ഫോട്ടോ ഇപ്പുറത്ത്, ഭക്ഷണമില്ലാതെ അതിർത്തിയിൽ നീണ്ടുകിടക്കുന്ന, ഫലസ്തീനിന്റെ അതിർത്തിയിൽ ഇങ്ങനെ നീട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ മുഴുവൻ ഫ്രീസറുകൾ ഘടിപ്പിച്ച് മാസങ്ങളായി ഭക്ഷണങ്ങൾ ശേഖരിച്ച് കഴിയുമ്പോഴും മണ്ണുരുട്ടി വായിലേക്ക് വെക്കുന്ന മനുഷ്യരെ ഓർത്ത് നമുക്ക് എപ്പോഴെങ്കിലും നൊമ്പരങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിന്റെ ഇത്തരം വർണ്ണ കാഴ്ചകളിൽ അങ്ങനെ ജീവിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. അവരെ ഓർത്ത് ഒരിക്കലെങ്കിലും നമുക്ക് കണ്ണീർ വാർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മുടെ തൊണ്ട ഇടവയിട്ടില്ലെങ്കിൽ, അല്ലെ, ഉറങ്ങുന്നതിന് മുമ്പ് സ്വന്തം കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പേരെഴുതി വെച്ച് അഡ്രസ് എഴുതി വെച്ച് ഉറങ്ങുന്ന മാതാപിതാക്കൾ നാളെ ബോംബ് പൊട്ടിച്ചിതറി അവസാനം ഇവരുടെ ശരീരങ്ങളിൽ അവയവങ്ങളെങ്കിലും മറവ് ചെയ്യാൻ കിട്ടണമെന്ന് വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന മനുഷ്യരെ കുറിച്ചോർത്ത് ഹൃദയം വൈകാരികമാകുന്നില്ലെങ്കിൽ, കണ്ടു നനയുന്നില്ലെങ്കിൽ നമുക്ക് വലിയ തിരുത്തുകളുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്നത് ഓർക്കാൻ നമുക്ക് പറ്റണം. ആ നിലക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റണം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയാണ്, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, ചരിത്രങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയാണ്. മഹാനായ മൂസാ അലൈഹിസ്സലാം ജനിക്കുന്ന കാലത്ത്, ചരിത്രം ഞാൻ നീട്ടി പറയണ്ടല്ലോ, മൂസാ നബി അലൈഹി സ്വലാമയുടെ സമൂഹത്തിൽ അന്ന് ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലാനുള്ള രാജാവിന്റെ ഉത്തരവുണ്ടായിരുന്നു. ഏതോ ഒരു ജ്യോത്സ്യൻ നിങ്ങളെ നശിപ്പിക്കാൻ ഒരുത്തൻ വരുന്നു എന്നെന്തോ ഒരു വാക്ക് പറഞ്ഞതാണ് രാജാവ് ഇങ്ങനത്തെ തീരുമാനം എടുക്കാൻ കാരണം. ഓരോ കുഞ്ഞുങ്ങളെയും അഴുക്കൊല ചെയ്തു. പിറന്നു വീണ കുഞ്ഞിനെ അമ്മിഞ്ഞു കൊടുക്കും മുമ്പ് അവന്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊന്ന് മണ്ണിലേക്ക് തള്ളി ഏകഛത്രാധിപതിയായ ഭരണാധികാരിയും അയാളുടെ സംഘങ്ങളും. ആ കാലത്ത് ഗർഭിണിയായ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മൂസ, അല്ലെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നൽ കൊടുക്കുകയാണ്, ഒഴുകുന്ന പുഴയുടെ ഓളങ്ങളിലേക്ക് നിന്റെ കുഞ്ഞിനെ നീ ഒരു പെട്ടിയിലാക്കി വെക്കണം. വെളിച്ചം പുലരും മുമ്പ് ആ രാത്രിയുടെ ഇരുട്ടിൽ പന്തം കത്തിച്ച് ഒരു ഉമ്മ തന്റെ മോളെയും കൊണ്ട് നൈലിന്റെ ഓരത്തേക്ക് ഇങ്ങനെ നടക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്ക്. പ്രസവത്തിന്റെ നീറ്റൽ മാറാത്ത, ഞാൻ ഈ പറയുന്ന വാക്ക് സ്ത്രീകൾക്ക് മനസ്സിലാകും, പ്രസവത്തിന്റെ നീറ്റൽ മാറാത്ത, പ്രസവത്തിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു കളയാത്തൊരുമ്മ, അമ്മിഞ്ഞപ്പാല് ഒന്ന് ശരിക്ക് കൊടുക്കാൻ കഴിയാത്തൊരുമ്മ, ഫിർഔനിന്റെ സൈന്യം വരും മുമ്പ് കുഞ്ഞിനെ ആ പുഴയിൽ ഒഴുക്കാൻ വേണ്ടി പോവാണ്. പുഴയിലേക്ക് ആ കുഞ്ഞിനെ അതിന്റെ ഓളപ്പരപ്പിലേക്ക് ഇങ്ങനെ വെച്ച് പന്തം കത്തിച്ചു വെച്ച് അതിങ്ങനെ ഓളപ്പരപ്പിലൂടെ പതിയെ ഒഴുകി കണ്ണിൽ നിന്നത് മറയുമ്പോ മോളോട് അതിനെ പിന്തുടരാൻ വേണ്ടി പറയുമ്പോ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ രാജ്ഞിയുടെ കൈകളിൽ അതെത്തി രാജാവിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ അയാളുടെ ബെഡ്റൂമിലേക്ക് പടച്ചോ പറഞ്ഞേക്കാണ്. മൂസാ അലൈഹി ഇസ്ലാമയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ചക്രവർത്തിയുടെ ചെലവിൽ ഉമ്മയുടെ മുലപ്പാല് പോലും അതിന്റെ പണം പോലും ആ രാജാവിനെ കൊണ്ട് കൊടുപ്പിച്ച് ആ കുഞ്ഞിനെ സംരക്ഷിച്ച് പ്രവാചകത്വം നൽകി പരിരക്ഷിച്ച് മനുഷ്യചരിത്രത്തിന്റെ മുമ്പിൽ മൂസാ അലൈഹി ഇസ്ലാമയെ കൊണ്ടുവന്നതിനാ പടച്ചോൻ അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വെള്ളിയാഴ്ച സ്വപ്നിരിക്കണ എനിക്കും നിങ്ങൾക്ക് അതിൽ പാഠമുണ്ട്. അല്ലാഹു തവക്കുലാക്കുന്നവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയൊരുക്കുന്നു. അതാ നിരാശ പാടില്ല എന്ന് പറഞ്ഞു. കോടതികൾ അവരുടെ കയ്യിലാണ്, സൈന്യങ്ങൾ അവരുടെ കയ്യിലാണ്, അഡ്മിനിസ്ട്രേഷൻ അവരുടെ കയ്യിലാണ്, ബ്യൂറോക്രസി അവരുടെ കയ്യിലാണ്, എല്ലാം കൈവിട്ടിരിക്കുകയാണ് എന്ന നിരാശ കാമുകന്മാരായി നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നതിന് പകരം മൂസാ അലൈഹിസ്സലാമയെ അയാളുടെ ബെഡ്റൂമിൽ എത്തിച്ച് പരിരക്ഷിച്ച രാജാവിന്റെ ഏറ്റവും വലിയ പരിചാരകർ അയാൾക്ക് കുട്ടിക്ക് പരിരക്ഷണം ഒരുക്കിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, അല്ലെ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? തീരാൻ പോവാന്നാ പറഞ്ഞിരുന്നത്. കഴിഞ്ഞപ്പോഴോ എന്താ ഉണ്ടായത്? ഇപ്പൊ എന്താ നാട്ടിൽ നടക്കണം നമുക്കറിയാലോ. എങ്ങനെയാണ് ചില ആളുകളൊക്കെ ജയിച്ചു കയറിയത്, എങ്ങനെയാണ് നിശ്ചിത സീറ്റിന്റെ ലീഡ് വന്നത്, ഇതൊക്കെ പുറത്തേക്ക് ചാടുകയാണല്ലോ. ഇതൊക്കെ പുറത്തേക്ക് ചാടിയിട്ട്
അതറിയാത്തവർ പോലും സമൂഹത്തിലുണ്ടാവും. പൗരന്മാർ അതറിയാവുന്നത് ഒന്നാമത്തെ കാര്യമാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകൾക്ക് അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ? ഇവിടുത്തെ പിന്നെ വാർഡ് മെമ്പർ മുതൽ അങ്ങ് പിന്നെ മുഖ്യമന്ത്രി വരെയുള്ള ആളുകൾക്ക് അതിൽ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ അയാള് ടാറ്റ മൈനിങ് നടത്തിയത്. ടാറ്റ മൈനിങ് എന്ന് പറഞ്ഞ വേടിന്ന് കാര്യം ഞാൻ വിചാരിക്കുന്നത് ആ ഭൂമിന്റെ ഉള്ളിലേക്ക് കണ്ടുപോയി പെട്രോളിയൊക്കെ കുഴിച്ചെടുക്കുന്ന പരിപാടിക്ക് പറയാം. അത്ര ശക്തമായ 7 അടി ഉയരമുള്ള അയാളെക്കാളും ഉയരമുള്ള പേപ്പർ കെട്ടുകൾക്കിടയിൽ നിന്ന് അയാൾ എടുത്ത ഡാൻജ വെച്ചിട്ട് എനിക്കും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? നമ്മുടെ വോളിലെങ്കിലും പ്രത്യക്ഷപ്പെട്ടോ? നോക്കൂ നിങ്ങൾ, 2014 മുതൽ 13 മുതൽക്ക് ഇവരുടെ ഫാസിസ്റ്റുകളുടെ സൈബർ സെല്ല് ലോകത്തെ ഏറ്റവും ശക്തമായ സൈബർ സെല്ല്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തി ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്കും ട്വിറ്ററും എത്ര പിന്നെ ഹാൻഡിലുകളുണ്ട്? 32-ലധികം ഹാൻഡിലുകളുള്ള രാജ്യത്തെ പ്രധാനമന്ത്രി പൊതുബോധ നിർമ്മിതിയിൽ പൊതുബോധം സൃഷ്ടിച്ച് ആരെയും അരിക്കാക്കാൻ പറ്റുന്ന വ്യക്തി എല്ലാം ഉണ്ടായിട്ടും ഇന്ന് ഡാറ്റ മൈനിങ്ങിലൂടെ കൃത്യമായ വോട്ട് തട്ടിപ്പുകൾ പുറത്തേക്ക് കിട്ടാം. അത് ഓർഗാനിക് റീച്ചിലൂടെ രാജ്യം മുഴുവൻ എത്തുകയാണ്. പക്ഷേ ഇവിടുത്തെ പാർട്ടികൾക്ക് അത് എത്രത്തോളം ഏറ്റെടുക്കാൻ പറ്റി? ഒരു വൈകുന്നേരം എല്ലാവരും ഒത്തുകൂടി ഒരു 2 വാചക മുദ്രാവാക്യം മുഴക്കി അതെങ്കിലും ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വളരെ ഹൃദയപൂർവ്വം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെ? ചട്ടിങ്ങനെ പതച്ചു നിൽക്കണ നേരത്ത് മാവ് അവിടെ വെച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് അവസാനം അടുപ്പൊക്കെ കെട്ടി ചട്ടിയിലെ ചൂടൊക്കെ മാറിയതിന് ശേഷം അപ്പം ഒഴിച്ചാൽ അതിങ്ങനെ വേറൊരു സാധനമായിട്ട് കൈക്ക് കിട്ടും, അല്ലെ? അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്ന റോളായിരിക്കാം സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ നാളിൽ ഇതേപോലെ ഒത്തുകൂടിയവർ ഇതുപോലത്തെ ജുമാ ഖുതുബകളിൽ നിന്ന് ആഹ്വാനം കേട്ട് അവർ നടത്തിയ സമാധാന പോരാട്ടങ്ങളുണ്ട്. ആ സമാധാന പോരാട്ടങ്ങളുടെ തുടർച്ചയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പറയാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളാണ്. അത് നയിച്ചവർ നമ്മുടെ മുൻഗാമികളായിരുന്നു എന്ന ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ പിന്നെ യൂസുഫ് എന്ന മകനെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവ്, അല്ലെ, യാഖൂബ് അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണും. അവനെ കാണല്ല ഒരു രക്തക്കറയുള്ള വസ്ത്രവും കൊണ്ട് വന്നു. ചരിത്രം ഞാൻ പറയണ്ടല്ലോ. അവര് കുട്ടിയെ കൊണ്ടുപോയി കിണറ്റിലേക്ക് ഇട്ടു. ഒരു ആടിനെ അറുത്തിട്ട് അതിന്റെ ചോരയും കൊണ്ടാ വന്നത്. ചെന്നായി പിടിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ അതിനതേ കൊടുത്ത ഉത്തരമുണ്ട്. കള്ള ചോരയും കൊണ്ടവർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. നിങ്ങൾക്ക് പറ്റിയ എന്തോ ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ഷമിക്കണം, സമ്പൂർണമായ ക്ഷമ ഞാൻ അവലംബിക്കണം. നിങ്ങൾ എന്റെ മുന്നിൽ വിവരിച്ച് വിശദീകരിച്ചു തന്ന ഈ കാര്യത്തിൽ റബ്ബിനറിയാം യഥാർത്ഥ വസ്തുത. ആരായി പറയുന്നത്? ഒരു പ്രവാചകൻ. ആ പ്രവാചകന് അദൃശ്യ അറിയില്ലാന്ന് അറിയാൻ വേറെ എന്തെങ്കിലും വേണോ? ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തിന് തങ്ങളുടെ അടുത്തും ബീവിന്റെ അടുത്തും ജിന്നുമാന്റെ അടുത്തും ഓടുന്ന പ്രശ്നം വെപ്പിക്കുന്ന സമുദായത്തിലെ മനുഷ്യരെ സ്വന്തം മക്കൾ മുന്നിൽ വന്ന് കഥ മെനഞ്ഞപ്പോ ഈ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ റബ്ബിനെ സഹായിക്കും എന്ന് പറഞ്ഞുകൊടുത്ത് ഉണ്ടാകാൻ പറ്റണം. അതാണ് എന്താ ചെയ്തത്? മക്കളെ കോളറിനെ പിടിച്ചില്ല, അവരെ ഇടിച്ചില്ല, അവരെ നേരെ ചാടിയില്ല. അവര് പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് മൗനം പാലിച്ചു. എന്നിട്ട് അദ്ദേഹം റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു. അവരെടുത്ത് മാറിപ്പോയി. യൂസുഫിനെ കുറിച്ച് ഓർത്തുള്ള എന്റെ ദുഃഖത്തിന്റെ ആഴം എത്ര വലുതാണ്. അദ്ദേഹം ആത്മരോക്ഷത്തോടെ ദുഃഖത്തോടെ കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്നാണ്. അത്രയും നഷ്ടപ്പെട്ടു. പക്ഷേ പ്രതീക്ഷ മാത്രം കൈവിട്ടില്ല. കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. കരഞ്ഞ് യാ റബ്ബി എന്ന് വിളിച്ച് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. പക്ഷേ പ്രതീക്ഷ മാത്രം അദ്ദേഹത്തിന് പോയില്ല. അവസാനം ബിന്യാമീനും പോയി. ചരിത്രം ഞാൻ പറയണ്ടല്ലോ. ബിന്യാമീനും സഹോദരങ്ങളും ഒക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് കാലത്ത് വന്നപ്പോ ഇത് തന്റെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കിയ യൂസുഫ് അലൈഹി സ്വലാം അവരുടെ പിതാവിനെ തിരിച്ചു കിട്ടുന്നതിന്റെ ഭാഗമായി ബിന്യാമീൻ അവിടെ പിടിച്ചു വെച്ചു, അല്ലെ? ബിന്യാമീനെ പിടിച്ചു വെച്ച് ബിന്യാമീനെ നഷ്ടപ്പെട്ടു വന്നപ്പോ അദ്ദേഹം വളരെ കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച കാര്യങ്ങളുണ്ട്. എന്താ? ഒന്ന് റബ്ബിനോട് പറയാനുള്ളത് പറഞ്ഞു. ഞാൻ എന്റെ എല്ലാ വിഷമവും വേദനയൊക്കെ അള്ളാഹിനോട് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു. നിരന്തരം പ്രാർത്ഥിച്ചു. ഇനി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പ്രാർത്ഥിച്ച മാത്രം ഇരുന്നാൽ മതിയോ? ഒരിക്കലും അല്ല. പ്രവാചകന്റെ സദസ്സിൽ വന്ന് ഒട്ടകത്തെ കെട്ടിടാത്ത മനുഷ്യനോട് പറഞ്ഞില്ലേ, ഒട്ടകത്തെ പോയി കെട്ടിടുന്നു, എന്നിട്ട് വന്നിരിക്കും, എന്നിട്ട് ഒക്കലാക്കുന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പ്രാർത്ഥിച്ചു മാത്രം ഇരുന്നില്ല. യൂസുഫിനെ അവന്റെ സഹോദരനെ നിങ്ങൾ പോയി തിരയും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരയൂ എന്ന് പറഞ്ഞു. പിന്നെ 3, നിരാശ ഒരിക്കലും പാടില്ല, അല്ലെ? എന്താ, ഒരലക്ഷം കഴിഞ്ഞു, അതിൽ തോറ്റു, മറ്റേ ലക്ഷം കഴിഞ്ഞു, ഇതിൽ തോറ്റു, അപ്പൊ അതോടുകൂടെ ഒക്കെ കഴിഞ്ഞു, ഒന്നും കിട്ടാല്ല എന്ന് വിചാരിക്കല്ല. നിരാശയാണ് ഫാസിസത്തിന് വേണ്ടത്. ഭയമാണ് ഫാസിസത്തിന് വേണ്ടത്. മുട്ടുമടക്കലാണ് ഫാസിസത്തിന് വേണ്ടത്. നിവർന്നു നിന്ന് പറയുമ്പോ അവിവേകം സംസാരിക്കണം എന്നാ പറഞ്ഞതിന് അർത്ഥമല്ല.
വിവേകപൂർവം സംസാരിക്കുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറിയാൽ നടക്കും. എന്താ വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച പ്രതീക്ഷകളിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത്. ഇന്നഹു ലാ യഅസൂ മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികൾ മാത്രമേ പടച്ചവന്റെ സഹായത്തിൽ നിരാശപ്പെടുള്ളൂ. പടച്ചവന്റെ സഹായം വന്നിറങ്ങുമെന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാം, അൽ ഫഖീഹു ഹഖ്ഖുൽ ഫഖീഹ്, യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറയുന്നത്, യഥാർത്ഥ മുസ്ലിം നേതൃത്വം എന്ന് പറയുന്നത് അവരാണ്. മല്ലൻ യുഖന്നിത് അന്നാസ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ജനങ്ങളെ നിരാശരാക്കാത്തവരാണ്. കഴിഞ്ഞു, ഒക്കെ തീർന്നു, നമ്മൾ ഇറങ്ങണം എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ പിച്ചാന്തി പിടിപ്പിക്കുന്നവനല്ല, വിവേകമില്ലാത്തവനല്ല, വിവേകത്തിന്റെ വഴികൾ മുഴുവൻ അടച്ച് വികാരപ്പെടുത്തി ജനങ്ങളെ ചിന്തിപ്പിക്കുന്നവനല്ല. പിന്നെയോ അവരാരാണ്? അള്ളാഹുവിനോടുള്ള പാപങ്ങളിൽ അവർക്കൊരു ഇളവ് കൊടുക്കൂല. പാപങ്ങൾ പറയുമ്പോ കണിശമായി പറയും, കാരുണ്യത്തെ കുറിച്ച് പറയുമ്പോ വിശാലമായ കാരുണ്യത്തെ കുറിച്ചും പറയും. കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞെടുത്തിട്ട് അവസാനം പടച്ചോനെ ഭയങ്കര കാരുണ്യവാനല്ലേ, അതുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കണേ പ്രസംഗം നടത്തുന്നവനല്ല യഥാർത്ഥ മുസ്ലിം ലീഡർഷിപ്പിൽപ്പെട്ടവൻ. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് നിർഭയത്വം കൊടുക്കുകയും ഇല്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ചു പറയാം, നിരാശപ്പെടാതെ പോകണം. നാലാമത്തെ കാര്യം എന്താ അറിയോ? ക്ഷമയും കാത്തിരിപ്പുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ തണലിൽ പ്രവാചകൻ ഇങ്ങനെ വിശ്രമിക്കുന്ന പ്രവാചകന്റെ അരികിലേക്ക് ഞങ്ങൾ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അലാ തസ്തൻസുലനാ അലാ തദുറുലനാ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ല നബിയെ എന്ന് ചോദിച്ചു. ഞങ്ങൾ വൈകാരികമായി ചോദിച്ചു. ഞങ്ങളുടെ കൂടെ രക്തം വാർന്നുകൊണ്ട് ശരീരത്തിൽ മുറിവേറ്റുകൊണ്ട് ശത്രുവിന്റെ അടി കിട്ടിക്കൊണ്ട് ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ രക്തം വാർന്ന ശരീരം ചൂണ്ടിക്കാണിച്ചാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പൊ പ്രവാചകൻ പറയുന്നു, ഖദ് കാന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പ് ഒരു ജനത വിഭാഗം ഉണ്ടായിരുന്നു. യുഖദു റജുലു ഫയഹ്ഫറു ലഹു ഫിൽ അർളി, ഭൂമിയിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ അവരെ നിർത്തും. എന്നിട്ട് വയുംശഖു ബിഅംശാത്തിൽ ഹദീദ്, ഇരുമ്പിന്റെ ചെറുപ്പുകൾ കൊണ്ട് അവരുടെ ശരീരം ഇങ്ങനെ വാർന്നെടുക്കും. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരുണ്ടായിട്ടുണ്ട്. നിങ്ങളാണെങ്കിലോ നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. ഒരിക്കലും ധൃതി കാണിക്കുന്ന അവസ്ഥ ആവശ്യമില്ല. ഇവിടെ ഒരു കാലം വരാനുണ്ട്. നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഇസ്ലാം എന്ന ഈ തത്വം, ഇത് ലോകം മുഴുവൻ എത്തുന്ന ആ സന്ദേശം പ്രചരിക്കുന്ന, അത് സമൂഹം സ്വീകരിക്കുന്ന ഒരു കാലം വരും. സനഅ മുതൽ ഹദർമൗത്ത് വരെ ഒരു യാത്രക്കാരൻ യാത്ര ചെയ്യും. അവൻ അല്ലാഹുവിനല്ലാതെ ഭയക്കേണ്ടി വരില്ല. ഒരു റിവായത്തിൽ ഒരു പെണ്ണ് യാത്ര ചെയ്യും, ആ പെണ്ണിന് ഒരാളെയും ഭയപ്പെടേണ്ടി വരില്ല. തുറിച്ചുനോട്ടങ്ങൾ ഉണ്ടാവുകയില്ല, തൊടാനാരും ചെല്ലില്ല, ബലാത്സംഗം ചെയ്യില്ല. ഏതെങ്കിലും ട്രെയിനുകളിൽ നിന്ന് അരക്കയ്യന്മാർ പിടിച്ച് താഴെയിട്ട് വ്യഭിചരിച്ച് ക്രൂരമായ ബലാത്സംഗം ചെയ്ത് ഒന്ന് ട്രാക്കിൽ തള്ളില്ല. എന്നിട്ട് ജയിലുകളിൽ സുഖവാസം അനുഭവിക്കില്ല, ആരും കാണാതെ ജയിലിൽ ചാടില്ല. റസൂലുള്ളാഹി പറയാണ്, ആകെ പേടിക്കേണ്ടത് അവന്റെ ആട്ടിൻ പറ്റത്തെയും കൂട്ടിക്കൊണ്ടുപോകുമ്പോ ആട്ടിൻ പറ്റത്തെ പിടിക്കുന്ന ചെന്നായ കൂട്ടങ്ങളെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ് എന്നാണ്. അപ്പോ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെ പൊതുനിരത്തിൽ അതിശക്തം ശബ്ദം ഉയർത്തണം, ഒരു സംശയമല്ല. ഒരുപക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകൾക്കും പ്രതിപക്ഷങ്ങൾക്കും വരെ ഇത്തരം വിഷയങ്ങൾ എടുത്തുയർത്താൻ ധൈര്യം നഷ്ടപ്പെടുന്ന കാലത്ത് അത്തരം വിഷയങ്ങൾ ചർച്ചയാക്കണം. നമ്മൾ അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ എന്ന് പറഞ്ഞതുപോലെ വെരിഫൈഡായ വിവരങ്ങൾ ശരിയായി സമൂഹത്തിൽ ചർച്ചയാക്കണം, പ്രതിരോധങ്ങൾ ഉണ്ടാക്കണം എന്നതൊക്കെ ശരിയാണ്. പക്ഷേ അതൊരിക്കലും അവിവേകത്തിന്റെ വഴി തുറക്കുന്ന സാഹചര്യത്തിലാകരുത് എത്തിക്കുന്നതെന്ന് പറയാൻ പറ്റണം. പിന്നെ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. പ്രവാചകൻ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി ഹിജ്റ പോവാണ്. ശത്രുക്കൾ വീട് വളഞ്ഞ് പ്രവാചകനെ കൊല്ലാൻ പദ്ധതിയിട്ട് ഖുറൈശികളുടെ എല്ലാ ഗോത്രങ്ങളിലും പെട്ട പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി ഒരാളും ഉള്ളിൽ നിന്ന് പണിതരില്ലെന്ന് ഉറപ്പിച്ച് രാത്രി അവർ ഒരുമിച്ച് കൂടി മണ്ണുവാരി കണ്ണിലിട്ട് പ്രവാചകൻ രക്ഷപ്പെടാൻ. അപ്പോ പ്രവാചകനെ പിടിക്കാൻ സുറാഖ വരുമ്പോ വല്ലാത്തൊരു രംഗമുണ്ട്. സുറാഖ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ അയാൾ ഇങ്ങനെ അമ്പും വില്ലും കോർത്തുയർത്തി ആക്രമിക്കാൻ നിൽക്കുമ്പോ അയാളുടെ കുതിരയുടെ കാലുകൾ അങ്ങ് മണ്ണിലേക്ക് കണ്ടുപോയി. അയാൾ തലകുത്തനെ വീഴാൻ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന റസൂലുള്ളാഹി അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും അല്ലെ? ശത്രുവിനോടുണ്ടാകേണ്ട ഒരു സമീപനം കൂടി ഇതിലുണ്ട്. നമ്മളെ കൊല്ലാനും വംശഹത്യ നടത്താനൊക്കെ നടക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ ശാഖകളിൽ നിന്ന് കിട്ടിയ ക്ലാസ്സിലെ പ്രചോദനം അല്ലാതെ ഒന്നുമില്ല. അവർ വാട്സാപ്പിൽ നിന്ന് കിട്ടിയതാണ്. ലോകത്ത് ഇസ്ലാമിനെ പേടിക്കാനും വെറുക്കാനും ബില്യൺ കണക്കിന് ഡോളേഴ്സ് കൊടുത്ത് ഓരോ നിമിഷത്തിലും ക്യാമ്പയിൻ നടക്കുമ്പോ മുസ്ലിങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് ഇതിന് ഉത്തരം കാണിച്ചു കൊടുക്കണം. അത് നമുക്ക് പറ്റണില്ല.
പ്രബോധനം കൊണ്ട് അവരുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകൾ തീർക്കണം. അല്ലെ, ഖുർആനിനെ കുറിച്ച് ഭീകരമായ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പിടിച്ചേൽപ്പിച്ച് മാപ്പ് കൊടുക്കുന്നുണ്ട്. അയാൾ അവിടെ വെച്ച് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചത്തെ ഉൾക്കൊള്ളുന്നുണ്ടായത്. അന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നുണ്ട്, എന്താ, തീർച്ചയായും ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ നിന്റെ കഴുത്തിൽ, നിന്റെ കൈകളിൽ കിസ്രയുടെയും കൈസറുടെയും ഒക്കെ വളകൾ അണിയപ്പെടും. നിന്റെ തലയിൽ കിസ്രയുടെ കൈസറിന്റെ സിംഹാസനങ്ങൾ സ്ഥാപിക്കപ്പെടും, കിരീടങ്ങൾ സ്ഥാപിക്കപ്പെടും. നിന്നെ അതിൽ പിടിച്ചിരുത്തും. എന്റെ കാലത്ത് ഇത് സംഭവിക്കുമ്പോ സുറാഖിനെ അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം. പ്രവാചകന്റെ വാക്കുകളുടെ പുലർച്ച അവിടെ സംഭവിക്കുന്നുണ്ട്. അല്ലെ, റസൂലുള്ളാഹി ശാന്തനായി മദീനയിലേക്ക് പോവാണ്. കൂടും വീടും നഷ്ടപ്പെട്ട് മദീനയിലേക്ക് പോകുമ്പോ അവര് സ്വീകരിക്കുമോ എന്നൊക്കെ വേണമെങ്കിൽ ആശങ്കപ്പെടാവുന്ന ഒരു ഘട്ടത്തിൽ പോലും ഭയന്നിട്ടില്ല റസൂലുള്ളാഹി. പിന്നല്ലേ ആരെങ്കിലും കണ്ണുരുട്ടുമ്പോഴേക്ക് മുട്ടുപറക്കാൻ. അതുകൊണ്ട് ഉള്ളിലേക്ക് പ്രതീക്ഷയാണ് എടുക്കേണ്ടത്. ഇത് മുഴുവൻ തകർത്തടിയും. അല്ലെ, ഇതിലേറെ വലിയ ഫാസിസ്റ്റുകൾ തകർത്തടിഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ മനസ്സിലേറ്റുന്ന ഒരു ദിവസത്തിൽ ഇടനെഞ്ചിലേക്ക് ഇതെടുത്തു വെച്ചാൽ മാത്രം തീർന്നു. ആരാ? ഹിറ്റ്ലർ. ഏകഛത്രാധിപതിയായ ഹിറ്റ്ലർ. അയാൾ ലക്ഷങ്ങളെ കൊന്നൊടുക്കിയുണ്ടാക്കിയ സാമ്രാജ്യം. അയാൾ ഇതേപോലെ വംശഹത്യയാണ് നടത്തിയത്. പക്ഷേ ഒരു ദിവസം അയാൾക്ക് സിന്ദാബാദ് വിളിച്ചവരൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അവര് ഉരുളങ്കല്ലുമായി ഒരിടത്ത് തോക്കും കത്തിയൊന്നുണ്ടായിരുന്നില്ല. ഉരുളങ്കല്ലും കൊണ്ട് അയാളുടെ കൊട്ടാരം വളഞ്ഞു. ജനലക്ഷങ്ങൾ തന്നെ വളഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞപ്പോ അയാള് തന്റെ പട്ടിയെ വെടിവെച്ചിട്ടു, തന്റെ പ്രേണസിയെ, തന്റെ ഭാര്യയെ, കാമുകിയെ വെടിവെച്ചിട്ടു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പോയിന്റ് ബ്ലാങ്കിലേക്ക് തന്റെ തോക്ക് ചേർത്ത് വെച്ചിട്ട് അയാൾ സ്വയം നിറവേച്ച് അവസാനിച്ചു. അത്രേ ഉള്ളൂ. ഏകഛത്രാധിപതികളുടെ അന്ത്യത്തിന്റെ കോലം ഇതാണ്. കുത്തുവ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എടുത്തു വെച്ചോ. നമ്മുടെ തലമുറ ജീവിക്കണ കാലത്ത് ഇത്തരം തകർച്ചകൾ, ഫാസിസം അവരുടെ അധികാരത്തിന്റെ ചെങ്കോലുകൾ താഴെ വെച്ച് തുറങ്കരകളിലേക്ക് നടന്നു നീങ്ങുന്നത് കാണുമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ആവേശം കൊള്ളിക്കാനല്ല. എന്റെ ഉള്ളിലെ വിശ്വാസത്തിന്റെയും ഞാൻ പഠിച്ച ചരിത്രത്തിന്റെയും ഞാൻ പഠിച്ച ഇസ്ലാമിക ചരിത്രത്തിന്റെയും ഞാൻ പഠിച്ച ഭൗതിക ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ആർക്കൊക്കെ വേദനിച്ചാലും ഉറക്കെ ഉച്ചയിസ്തരം ജനതയോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ശാരീരികമായ തിരിച്ചടികൾ ഒരുപക്ഷെ കിട്ടുന്നുണ്ടാകും. അല്ലെ, നമ്മുടെ ശാരീരികമായ തിരിച്ചടികൾക്ക് ശാരീരികമായ തിരിച്ചടി തന്നെയാണ് പ്രതിക്രിയ എന്ന് ചിന്തിക്കേണ്ടവരല്ല എന്ന് ഓർക്കാൻ നമുക്ക് പറ്റണം. ആയിഷ ബീവി പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഉഹദിന്റെ ദിനത്തെക്കാളും സംഘർഷഭരിതമായ ദിനം അങ്ങേക്ക് വന്നിട്ടുണ്ടോ? എന്താ ഉഹദിന്റെ ദിനത്തിന്റെ പ്രത്യേകത? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്ലാന് അവരിങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഉഹദ് മലന്റെ മുകളിൽ കയറി എല്ലാ 300ഓളം വരുന്ന ശക്തരായ അമ്പെയ്ത്തുകാരുടെ ലക്ഷ്യം പ്രവാചകനാകുക. ഇങ്ങനെ കുന്നത്ത് നിന്ന് കുണ്ടിലേക്ക് പ്രവാചകനെ ലക്ഷ്യം വെച്ച് 10-20 സ്വഹാബികൾ മാത്രമുള്ളടത്ത് പ്രവാചകന്റെ നേരെ അസ്ത്രങ്ങൾ ഇങ്ങനെ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക. സ്വഹാബത്ത് ഇങ്ങനെ നെഞ്ചി കാട്ടി സ്വീകരിക്കുക. ഉഹദ് മല സന്ദർശിച്ച അവിടെ എത്തിയ ആർക്കും അതറിയും. ആ ഒരു ഫീല് ഈ ചരിത്രം അതിന്റെ ആഴത്തിൽ ഉൾക്കൊണ്ടവരുടെ കണ്ണു നിറയും. സ്വഹാബത്ത് അതിങ്ങനെ ഏറ്റെടുത്ത്, ആ കൂരമ്പുകൾ ഇങ്ങനെ ഏറ്റെടുത്ത് അവര് മരിച്ചു വീഴുക. ആ രംഗത്തെ കുറിച്ച് ആയിഷ ബീവി ചോദിക്കണത്, നബിയെ, അന്നത്തെക്കാളും തീവ്രമായ ഒരു ദിനം അങ്ങേക്ക് വന്നിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ട് ആയിഷ, അഖബയുടെ ദിനത്തെക്കാളും തീവ്രമായ മറ്റൊരു ദിനമായിരുന്നില്ല അത്. എന്നെ ആരും സ്വീകരിക്കുന്നില്ല, എന്നാരും പിന്തുണക്കുന്നില്ല, എനിക്കാരും സപ്പോർട്ട് തരുന്നില്ല, എന്റെ ആശയം പ്രചരിക്കുന്നില്ല. ഞാൻ വിഷമിച്ചു, ഞാൻ കരഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഈ പിന്നെ മക്കയിൽ 2 മരങ്ങളുണ്ട്. ഈ മലകളെ ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് വെച്ച് ഇവരെ ചതച്ചരച്ചു തരാൻ നബിയെ അങ്ങ് അതിന് അനുവാദം തന്നാൽ മതി. പർവ്വതങ്ങളുടെ മലങ്കിനോട് അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്തായിരുന്നു? വേണ്ട, അവരെ നിങ്ങൾ ഈ പർവ്വതങ്ങൾക്കിടയിൽ അരച്ചില്ലാതെയാക്കേണ്ട. എനിക്ക് വേണ്ടത് അവരുടെ മുതുകല്ലിൽ നിന്ന് പിറന്നു വീഴുന്ന ജനസംഖ്യങ്ങളിൽ എന്റെ ആശയം സ്വീകരിക്കുന്ന, എന്റെ വഴി സ്വീകരിക്കുന്ന മനുഷ്യരെ കിട്ടിയാൽ മതി എനിക്ക് എന്നതായിരുന്നു അദ്ദേഹം ആ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടത് എന്നാണ്. അതുകൊണ്ട് പ്രതീക്ഷയാകണം നമുക്കുണ്ടാകേണ്ടത്. റസൂലുള്ളാഹിന്റെ പ്രതീക്ഷ നോക്കൂ നിങ്ങൾ. നബിയെ, ഖന്തക്കിന്റെ പാറയെന്ന് പൊട്ടിക്കുമ്പോ അതിൽ നിന്നിങ്ങനെ വലിയ പിന്നെ എന്താ പറയാ, അഗ്നി ചില്ലുകൾ ഇങ്ങനെ പറക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നിങ്ങനെ തീനാളങ്ങൾ പറക്കുന്നുണ്ടല്ലോ. അപ്പോഴൊക്കെ അങ്ങ് അല്ലാഹു അക്ബർ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സഹാബികളോട് റസൂൽ പറയാം, ഏത് സഹാബികളോട്? ജീവിതത്തിലെ ഏറ്റവും വിശന്ന ദിനങ്ങൾ, ജീവിതത്തിൽ ഏറ്റവും ഭയന്ന ദിനങ്ങൾ, ജീവിതത്തിൽ ഏറ്റവും വിശന്ന, ഏറ്റവും ഭയന്ന, ഏറ്റവും തണുത്തുകോറിയ എന്താ പറയാ, പട്ടാപകൽ 12 മണിക്ക് പോലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്ന ദിനങ്ങൾ. അന്ന് റസൂലുള്ളാഹി ഈ പാറ പൊട്ടിക്കുമ്പോ അതിൽ നിന്നിങ്ങനെ പാറയിൽ നിന്ന് തെറിച്ചു വീഴുന്ന അഗ്നിനാളങ്ങളെ നോക്കി തക്ബീർ മുഴക്കുമ്പോ പറയാണ്, ഞാന് മദായിന്റെ സിംഹാസനങ്ങളും കിസ്രയുടെ അധികാര സ്ഥാനങ്ങളും കൈസറിന്റെ രാജ്യവും ഒക്കെ നമുക്ക് വരുന്നത് ഞാൻ കാണുന്നു എന്ന് പറയുമ്പോ വയറ്റത്ത് കല്ല് കെട്ടിയ മനുഷ്യർ പറഞ്ഞാൽ അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് 2 കഷ്ണം കാരക്ക മതി, നിങ്ങൾ വിരാന്ത് പറയില്ലെന്ന് പറഞ്ഞില്ല.
മറിച്ച് അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് നമ്മൾ നയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളും ജീവിക്കുന്ന കാലത്ത് അധികാരം കൊണ്ട് പന്താടുകയും പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ ബുൾഡോസ് ചെയ്യുകയും നിരപരാധികളെ ജയിലിലടക്കുകയും വംശഹത്യയുടെ മുനമ്പിലേക്ക് രാജ്യത്ത് നയിക്കുകയും ചെയ്യുന്നവർ അവർ നിലമ്പെത്തുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമല്ല. അതിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. 2014 മുതൽ നിങ്ങൾ എടുത്തോ, നിങ്ങൾ ഏതൊക്കെ കണക്കുകൾ വെച്ച് നോക്കിയാലും ആ പറയുന്ന ഗ്രാഫ് പിന്നോട്ടാണ്. ആ ഗ്രാഫിനെ ഇവിടുത്തെ മീഡിയകൾ 100ൽ 1% മാത്രം പുറത്തേക്കിട്ടിട്ടും അത് വ്യക്തമായി കാണാൻ ബുദ്ധിയുള്ളവർക്ക് തീർച്ചയായും പറ്റുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിരാശയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റണം. സൗമ്യമായ ഭാഷ വേണം. സംഘപരിവാരമാണെന്ന് വിചാരിച്ച് അവരെ മോശം വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യരുത്. മാന്യമായി പെരുമാറണം. അവരെ ആക്ഷേപസ്വരത്തിൽ നിർത്തരുത്. അവരെ ഉപദേശിക്കണം. അവർ നന്നാവില്ലെന്ന് നമ്മൾ വെറുതെ പറയുന്നതാണ്. എത്ര ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ വഴികളിലേക്ക് വന്നിട്ടുണ്ട്, വെളിച്ചം കൊണ്ടിട്ടുണ്ട്, സെക്യുലർ ചേരിയിലേക്ക് മാറിയിട്ടുണ്ട്, വെറും പിന്നെ ക്യാമ്പയിനുകളിൽ നിന്ന് പിന്നോട്ട് പോന്നിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇസ്ലാമികമായി പറയുമ്പോഴേക്ക് അവർക്ക് സംഘീയ ചാപ്പകുത്തി അവർ മറുചേരിയിലേക്ക് നിർത്തരുത്. അവരെ ഉപദേശിക്കണം. അവർക്ക് മെസഞ്ചറുകളിൽ സന്ദേശം അയക്കണം. സാറിനെ ഇങ്ങനെയല്ല കരുതിയത് എന്ന് പറയാൻ പറ്റണം. സാറ് ഈ പറയുന്ന കാര്യം പറയേണ്ട ആളല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അത്തരം വഴികൾ വെട്ടിത്തുറക്കുന്നവരാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവ് സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉദ്ഘോഷിക്കുകയാണ്. ഇതിലൊക്കെ ഉപരി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കണം, ശരിയായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണല്ലേ നമ്മള്? ഇന്ത്യയിലെ 18 കോടി മുസ്ലിങ്ങളിൽ എത്ര ആള് എല്ലാ വക്തവും നിസ്കരിക്കുന്നവരുണ്ട്? എത്ര ആള് മതം ആചരിക്കുന്നവരുണ്ട്? അല്ലെ? മതം ആചരിക്കുന്നവരിൽ തന്നെ എത്ര ആള് ശരിക്ക് ഇത്തരമൊക്കെ കാര്യങ്ങൾ ചങ്കിടിപ്പോടുകൂടെ ഒരു വേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്? എത്ര ആളുകൾ ഇവിടുത്തെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നവരുണ്ട്? പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നവരിൽ തന്നെ എത്ര ആളുകൾക്ക് മതം അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ട്? അല്ലെ? ആരെങ്കിലും ഒക്കെ കണ്ണുരുട്ടുമ്പോഴേക്കും മതം പതിയെ ചുരുട്ടി പോക്കറ്റ് വരുന്ന പരിപാടിയാണ്. ലിബറൽ ഫാഷിസം വേറുണ്ട്. എനിക്ക് പറയാൻ ആശയം പറഞ്ഞാൽ, അല്ലെ, ഞാൻ എന്റെ കുട്ടികളെ സ്കൂളിൽ ഡാൻസ് ചെയ്യിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്തിരിപ്പനാന്ന് വിളിക്കുമ്പോ പേടിച്ച് പിന്നോട്ട് പോണവരുണ്ട്. ഇവിടുത്തെ പുരോഗമന നാട്യക്കാരുടെ ചുണ്ടുവിരലുകൾക്ക് മുന്നിൽ തലമുരിക്കുന്നവരുണ്ട്. അതല്ല വേണ്ടേ, അവരോട് തട്ടിക്കാറല്ല വേണ്ടേ, ശാന്തമായി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വഴികളിൽ പുതിയ പ്രകാശത്തിന്റെ വിളക്കുകാലുകൾ അങ്ങനെ പ്രകാശം പൊഴിച്ചുകൊണ്ടിരിക്കും. ഇരുട്ടങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. പിന്നാമിന്നി വട്ടങ്ങളിൽ നമുക്ക് കാഴ്ച കിട്ടുന്നുണ്ടെങ്കിൽ ആരൊക്കെ എതിരാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്ക് അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനപദത്തിനും ഒന്നും വരാനില്ല. ഇവിടുത്തെ മനുഷ്യ സൗഹാർദ്ദം, ഇവിടുത്തെ കാര്യങ്ങൾ അത് നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മനുഷ്യരെ പരസ്പരം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അത് മുസ്ലിങ്ങളെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ ഈ ജുമാ കഴിഞ്ഞ് നമ്മളെല്ലാവരും 3 മുദ്രാവാക്യം വെച്ച തീരുമെന്ന് ഞാൻ വിചാരിക്കണില്ല. മറിച്ച് ഇന്ത്യ സ്വതന്ത്രമായത് എല്ലാവരുടെയും ഒത്തൊരുമ കൊണ്ടാണ്, എല്ലാവരും ഒന്നിച്ചിട്ടാണ്. ഇന്ത്യ എന്നുള്ള രാജ്യത്തെ മോചിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. ഇവിടുത്തെ ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങളെ മാത്രം പ്രശ്നമല്ല, ഇവിടുത്തെ ദളിതര പ്രശ്നമാണ്. സംവരണം മുസ്ലിങ്ങൾക്ക് പിൻവലിക്കുമ്പോൾ ദളിതർക്ക് കൂടിയാണ് പോണത്, അല്ലെ? അതേപോലെ ഇവിടുത്തെ ഗ്യാസിന്റെ വില, ഇവിടുത്തെ പൊതുസ്ഥാപനങ്ങളുടെ വിൽപ്പന, ഇതൊക്കെ ഹൈഡ് ചെയ്യുന്നത് ഇത്തരം വിവാദങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. ആശയങ്ങളിൽ വിയോജിക്കുമ്പോഴും ചേർന്ന് നിൽക്കാവുന്ന ഇടങ്ങളിൽ ചേർന്നുകൊണ്ട് പോകാന്നുള്ളതാണ് നമ്മൾ കാണുന്ന വഴി. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ വിശ്വാസികളിൽ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച യഥാർത്ഥ മുഅ്മിനുകളായി മുഖ്ലിസുകളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന രാജ്യത്ത് ആത്മാഭിമാനത്തോടെ അല്ലാഹു നൽകിയ നെറ്റിത്തടം കൊണ്ടവൻ സൃഷ്ടിച്ച ഭൂമിയിൽ പൂർണ്ണ ശാന്തിയോടെ സുജൂദ് ചെയ്ത് വിവേകത്തോടെ വിശാലതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു വഫിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്, അല്ലാഹു അൻസുറുൽ മുജാഹിദീന ഫി കുല്ലി മകാൻ, അല്ലാഹു അൻസുറുൽ മുജാഹിദീന ഫി ഗസ, اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.